അപ്പൊ ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ യൂട്യൂബ് വീഡിയോയിലെ ഇൻട്രോവും ഔട്ട്രോവും എങ്ങനെ എടുക്കാന്നാണ്. ഓക്കെ, അപ്പം എടുക്കാന്നല്ല ഉണ്ടാക്കാന്നാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല വഴി എന്ന് വെച്ചാല്, എനിക്ക് അറിയാവുന്നതിൽ തന്നെ നല്ല വഴി, ഈ എളുപ്പ വഴിയും പിന്നെ നല്ല വഴിയും, ഈ ടെംപ്ലേറ്റ്സ് എടുക്കണം. ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് ഇവിടെ പോയിട്ട് എനിക്ക് എന്തിനാണ് വേണ്ട, ഇപ്പൊ എനിക്ക് ഔട്ട്രോ വേണ്ട. ഔട്ട്രോ ഓക്കെ, അല്ല ഫസ്റ്റ് ഇൻട്രോ അല്ലേ വരണ്ട. ഓക്കെ, അപ്പൊ ഇൻട്രോ തന്നെ വെക്കാം. ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ഇൻട്രോ എടുക്കുക, യൂട്യൂബ് ഇൻട്രോ അങ്ങനെ കാണിക്കും. നിങ്ങൾക്ക് അപ്പൊ എന്തൊരു ഇൻട്രോ ആണ്, ഞാൻ ഇപ്പൊ യൂട്യൂബിന് വേണ്ടിയാണ്. ഇപ്പൊ ഇൻട്രോ ഇൻസ്റ്റഗ്രാം വീഡിയോ ഇൻട്രോ ഉണ്ട്, അതേപോലെ കുറെ ഉണ്ട്. എനിക്കിപ്പോ യൂട്യൂബിന്റെ ഇൻട്രോ ആണ് വേണ്ടത്. യൂട്യൂബിന്റെ ഇൻട്രോ തന്നെ മിക്കതിലും ഉപയോഗിക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഇൻട്രോവിന്റെ ഇത് വേണം. ഇത് വെൽക്കം, ഇത് ഫ്രീ ആണ്. ഈ കീഴിലുള്ളതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചാനൽ അപ്ഗ്രേഡ് യുവർ പ്ലാൻ കൊടുത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷെ നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ യൂട്യൂബ് ഇൻട്രോ എടുത്ത് എനിക്കൊരു ഇൻട്രോ ഏതെടുക്കാം? റെഡി, ലെറ്റ്സ് ഗോ. ഇതിനൊന്നും ഇത് ചെയ്യാനില്ല, നമുക്ക് മാറ്റാൻ. ഇതിലൊക്കെ നല്ലോണം ഇതില് മാറ്റമുണ്ട്. നമ്മളാ ചാനലിന്റെ പേരിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഏതെടുക്കാം? ഞാൻ കുറച്ച് ഒന്ന് ചെയ്ത് കാണിച്ചുതരാം. ഫസ്റ്റ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, നീ നോക്കട്ടു. അല്ല ഇതെടുക്കാം. ഓക്കെ, ഇതെടുത്ത് നമ്മൾ ഇത് തന്നെ എടുത്ത് ഇവിടെ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, എനിക്ക് കസ്റ്റമൈസ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഭാഗത്തിലോട്ട് വരണം. ഇതെനി കസ്റ്റമൈസ് ചെയ്യണ്ട, ഇത് നീ കസ്റ്റമൈസ് ചെയ്യണം. ഇത് എന്റെ ചാനലിന്റെ പേര് ഞാൻ അടിക്കുകയാണ്. അപ്പൊ ഇത് ഇച്ചിരി വലിയ പേരായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വലിയ പേരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പാടാണ്. ഇത്രയൊക്കെ വലിയതാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ സൈസ് ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ ഇടാം. ആണെങ്കിൽ നിങ്ങൾക്ക് സൈസ് കുറച്ച് ഇങ്ങനെ ഇടാം. ഇന്നത്തെ എന്റെ വ്ലോഗ് അല്ല, ഞാൻ ഇപ്പൊ ടെക്കാണ് ചെയ്യണം. അപ്പൊ ഞാൻ ഇത് മാറ്റി ടെക് ചാനൽ. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ സെറ്റ് ആയില്ലേ? ഫസ്റ്റ് തൊട്ട് നമ്മൾ കണ്ടു നോക്കാം. റെഡി, ലെറ്റ്സ് ഗോ. നമ്മളെ ചാനൽ വന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് വീഡിയോ ഇടണം. ഇന്നത്തെ നമ്മള് എഡിറ്റിംഗ് ആപ്പ് ഇട്ടിട്ട് അതെടുത്തിട്ടാൽ മതി. ഫസ്റ്റ് നമ്മളെ വീഡിയോയിൽ ഇട്ടാൽ മതി. അടുത്ത ഇൻട്രോ തന്നെ അടുത്ത ഒരു ഇൻട്രോ കൂടെ കാണിക്കാം. ഇതെടുക്കാം. ക്ഷമിക്കുക, ഇനി പനിയൊക്കെ ഉണ്ട്. പനിയെന്ന് വെച്ചാൽ ചുമയും ഒക്കെ. അപ്പൊ നമ്മള് കസ്റ്റമൈസ് ദീസ് ടെംപ്ലേറ്റ് ഇടണം. എന്നിട്ട് ഇതുണ്ടോ, എന്നിട്ട് നിങ്ങൾക്ക് ഈ എന്റെ ഗെയിമിംഗ് ചാനലിലെ എന്റെ ചാനലിന്റെ പേര് ഇതല്ല.
അതുകൊണ്ട് ഞാൻ സായി ഐലക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ തന്നെ കൊടുക്കണം. സെറ്റ്. ഇപ്പൊ ഇതൊക്കെ എനിക്ക് ഇത് ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെന്ന് തോന്നുന്നു. ഓക്കെ, കിടക്കട്ടെ. അപ്പൊ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇതെന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റായി. അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാത്രം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. എലമെന്റ്സ് എടുത്തിട്ട് എനിക്ക് ഇപ്പൊ ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി അല്ലേ, അപ്പൊ എനിക്ക് വേറെ സംഭവം ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻസ്റ്റാഗ്രാം നടിയണം, ഇൻസ്റ്റാഗ്രാം ലോഗോ നടിയണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറെ ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗോ ആണ്. ഇത് നിങ്ങൾക്ക് വേണ്ട ലോഗോ ഇൻസ്റ്റാഗ്രാമാണ് വേണ്ടത്. എല്ലാം ഇതാണ് ഗൈസ്. ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗോ ഗൈസ് അടിക്കട്ട് സി ആള് കൊടുക്കാം. ഓക്കെ, അറിയാമല്ലോ അത് ചെയ്യണ്ട. കുറെ സമയം കളയാണ്. ഇനി നിങ്ങള് വേണ്ടത് ഇങ്ങനെ ഡ്രാഗൺ ഡ്രോപ്പ്. പിന്നെ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് കൊടുത്തിട്ട് നിങ്ങളിലുള്ള ഇതെടുത്ത് ഇവിടോട്ട് എടുത്തിടാം. ഇവിടോട്ട് എടുത്തിടണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. അതിൻ്റെ ഒരു മറ്റേ ഫീൽ തോന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മാറ്റുന്നു. ഓക്കെ, പിന്നെയാണ് ഇൻട്രോ ചെയ്യേണ്ടത്. ഇനി ഔട്ട്രോ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ഔട്ട്രോ ഇതേ കണക്ക് തന്നെ നമ്മൾ ഔട്ട്രോ നടിക്കണം. ഔട്ട്രോ യൂട്യൂബ് നടിക്കണം. ഓക്കെ, ലോഡായി വരുന്നില്ല. ഓക്കെ, ഔട്ട്രോ ഇടുമ്പോ നിങ്ങൾ നോക്കണ്ടേന്ന് വെച്ചാല് മെയിനൊരു കാര്യമുണ്ട്. ഔട്ട്രോ ഇടുമ്പോ ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയാൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മളെ വീഡിയോ ഇടാനുള്ള. അങ്ങനെ ചെയ്തിട്ട് നല്ലതായിരിക്കും. അത് കാണുന്ന ആളുകൾക്ക് നല്ലതായിരിക്കും. അപ്പം അതേപോലെ തന്നെ അറിയല്ലോ, പെട്ടെന്ന് അവർ കാണുകയും ചെയ്യും കുറേ ഇത്. ഞാൻ ഇത് പ്രോ ആണ്. പ്രോ അല്ലാത്ത ഏതൊക്കെ ഉണ്ട്? ഇതുമല്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇതൊക്കെ ഞാൻ എടുത്തിടുന്നേ. ചിലപ്പോ ഈ വീഡിയോയിൽ ഞാൻ കാണും. ഇവിടെ നിങ്ങൾ തുടക്കത്തില് ചിലപ്പോ ഇത് കാണും. ഇവിടെ നമുക്ക് ഇത് മാറ്റാം. നമുക്കിവിടെ മറ്റേ ഞാൻ നാളൊരു ട്രിക്ക് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ 2 ഷോർട്സ് റീസെന്റ് ഇട്ടിട്ടുണ്ട്. അതും കൂടെ കാണണം. ഞാൻ പറഞ്ഞ ട്രിക്ക് അറിയാലോ. ഇതെടുക്കുക. ഓക്കെ, ഇനി നമ്മള് അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് ഫയൽസ് കൊടുക്കുക. നമുക്ക് വേണ്ട ഫോട്ടോ കൊടുക്കുക. ഫോട്ടോ നമുക്ക് കൊടുക്കേണ്ട ഫോട്ടോ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് കാണിച്ചത്. അപ്പൊ നിങ്ങളെ ചാനലിലെ ലോഗോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് എടുത്ത് ഇടണം. ഓക്കെ,